കേരള ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് പുതുപ്പള്ളിയിൽ റബ്ബർ ബോർഡ് ആസ്ഥാനം സന്ദർശിച്ചു. തുടർന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ ഹരിയുമായി മോൻസ് ജോസഫ് കൂടിക്കാഴ്ച നടത്തി. റബ്ബർ കർഷകരുടെ ക്ഷേമത്തിനു വേണ്ടി സംസ്ഥാന സർക്കാർ റബ്ബർ ബോർഡുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് പറഞ്ഞു. റബ്ബർ കർഷകരോട് ഏറെ പ്രതിബദ്ധതയുള്ള ഈ സർക്കാർ റബ്ബർ കൃഷി സജീവമാക്കുന്നതിൽ ക്രിയാത്മക നടപടികൾ സ്വീകരിക്കും. വന്യജീവി ആക്രമണത്തിൽ നിന്നുള്ള സംരക്ഷണവും ആക്രമിക്കപ്പെടുന്നവർക്കായി ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സാങ്കേതിക കാരണങ്ങൾ മൂലം സ്ഥിരതാ ഫണ്ടിൽ നിന്ന് കർഷകർക്ക് കിട്ടാനുള്ള 20 കോടി രൂപ പെട്ടെന്ന് വിതരണം ചെയ്യുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അവർക്ക് 250 രൂപ കൊടുക്കാൻ കൂടിയും സർക്കാർ വന്നാൽ ശ്രമിക്കും. അങ്ങനെ നിരന്തരമായി വിഷയത്തിൽ നിന്നിട്ടുള്ളൊരു സാഹചര്യങ്ങൾ കൂടി നമുക്കുള്ളതുകൊണ്ട് ഇതിനോട് കമ്മിറ്റ്മെന്റ് നമുക്കുണ്ട്. അതുകൊണ്ട് വെച്ചാണ് സത്യത്തിൽ മന്ത്രിയായി വന്നപ്പോൾ കോട്ടയത്ത് റബ്ബർ ബോർഡിൽ വരികയും ഇക്കാര്യങ്ങൾ അപ്പോൾ അതിനൊക്കെ അങ്ങനെ അതെല്ലാം ഇങ്ങനെ ഒരു രൂപകൽപ്പന ചെയ്യുന്നതിനിടയിലാണ് എൻ്റെ ഈ ചെയർമാനായത്. ഞാനതൊരു ഭാഗ്യമായും ഒരു അനുഗ്രഹമായി കരുതി. തീർച്ചയായിട്ടും അതിൽ നമുക്കൊരു ജോയിന്റ് മൂവ്മെന്റ് ആണ്. ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഇവിടെ വരാനും നമുക്ക് കാര്യങ്ങളെല്ലാം വിലയിരുത്തുവാനും വേണ്ടി ആദ്യം തന്നെ സമയം കണ്ടെത്താൻ തീരുമാനിച്ചു. റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി യോഗത്തിൽ അധ്യക്ഷനായി. റബ്ബർ ഉൽപാദന പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായി റബ്ബറിന്റെ വിപണി വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നാമമാത്ര തുക മാത്രമാണ് സർക്കാരിന് ചെലവഴിക്കേണ്ടതായി വരുന്നത്. ആയതിനാൽ ചെലവിടാതെ ശേഷിക്കുന്ന തുക റബ്ബർ കർഷകർക്ക് കൂടുതൽ പ്രയോജനകരമായ പദ്ധതികൾക്കായി വിനിയോഗിക്കണമെന്ന് എൻ ഹരി ആവശ്യപ്പെട്ടു. ഇന്ന് വളരെ നല്ല രീതിയിലുള്ള ഒരു യോജിച്ചുള്ള ഒരു ഡിസ്കഷനാണെന്ന് നടന്നത്. അതായത് നമ്മുടെ കേരള സർക്കാരിൽ നിന്ന് പല കാര്യങ്ങളും നമുക്കറിയാം, നേരത്തെ തൊട്ടേ പല സഹായങ്ങളും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ത്രിപുരയാണെങ്കിലും ആസാമാണെങ്കിലും കാർഷിക മേഖലയിൽ കൂടി ഉൾപ്പെടുത്തി അത്തരം നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ആ മാതൃകയിൽ നമുക്ക് കേരളത്തിലും ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ നമുക്ക് റബ്ബറിൻ്റെ മേഖലയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം വസന്തകേശൻ, റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണർ ഡോക്ടർ സിജു ടി, പരിശീലന ഡയറക്ടർ ഡോക്ടർ എച്ച് പ്രിയ വർമ്മ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.